ഹലോ, ഗുഡ് മോർണിംഗ് പറയണോ, ഗുഡ് ആഫ്റ്റർനൂൺ പറയണോ അറിയില്ല. കാരണം സമയം 11 മണി, പിന്നെ 11:10. ഞാൻ രാവിലത്തെ ചായ എല്ലാം കഴിഞ്ഞ് ലേശം കിടക്കുമ്പോൾ ഞാൻ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഉണ്ണിയേട്ടാ കറിക്ക് മീൻ കൊണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി, നല്ല ഉറക്കിപ്പോയി. ഉറങ്ങി നീച്ചിപ്പോൾ വന്ന് മൂട്ടയ്ക്കൊക്കെ ഇട്ട് വീഡിയോ ചെയ്യാൻ റെഡിയായിട്ട് വന്നതാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ ഉറങ്ങുമ്പോൾ എന്നെ ഉണർത്തി, കുറേ കഴിഞ്ഞപ്പോൾ ഉണർത്തി, നല്ല ഉറങ്ങിട്ടോ. ഉണർത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, എടീ മീൻ ഫ്രിഡ്ജ് കൊണ്ടുവച്ചിക്കണം കേട്ടോ എന്ന്. അത് എന്തൊരു നല്ല ഭർത്താവ്, അല്ലെങ്കിൽ മീൻ തടി തറിയാണ് എൻ്റെ ഉണർത്തുന്നിട്ട് ഞമ്മൾ കൊണ്ടുവയ്ക്കണം ഫ്രിഡ്ജിൽ. എന്താ അറിയില്ല, കിടന്നോട്ടോ എന്നിട്ടോ വിചാരിച്ചിട്ടായിരിക്കും. അപ്പം മീൻ എന്താണെന്നറിയില്ല. അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കണം. അപ്പം കുറച്ച് കുക്കിംഗ് വീഡിയോ ഒക്കെ കുറവാണ്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എടുക്കണതാണ്. നല്ലൊന്ന് എനർജിയിലും ഉഷാറിലൊന്നും ഞാൻ ഇപ്പോൾ എടുക്കില്ല. അപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കണം വെച്ചാൽ ഞാനൊന്ന് സുന്ദരിമിക്കായതാണ്. അപ്പോൾ മുടിയെല്ലാം കെട്ടി നമ്മൾ റെഡിയായി. നമുക്കിനി ഒരു പൊട്ട് നമുക്കൊന്ന് തൊട്ട് കളയാം. വീഡിയോയിലൊക്കെ നമ്മൾ പൊട്ടൊക്കെ തൊട്ട് സുന്ദരിക്കോത വൈലവ്യായിട്ട് വേണം നമ്മൾ വരാൻ. അപ്പം നമുക്ക് ഉണ്ണേട്ടൻ നമുക്ക് പിന്നെ എന്ത് മീനാണ് കൊണ്ടുവച്ചത് നോക്കാം. യെസ്, ക്യാമറ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കി. നമ്മളെ കാത്തിരിക്കുന്ന കുഞ്ഞുമാവനെ കണ്ടോ, അവൻ്റെ കുഞ്ഞുപൊടിയാണ്, അവൻ്റെ കുഞ്ഞുപൊടിയാണ്. അമ്മ ഒങ്ങേനി അവൻ്റെ കുഞ്ഞുപൊടിയാണ്, അവൻ കുഞ്ഞുപൊടി. അപ്പം നമുക്ക് ഫ്രിഡ്ജ് നോക്കാം. എന്താണ് മീന്, എവിടാണ് ഏട്ടൻ മീൻ കൊണ്ടുവച്ചോനെ. മീൻ അങ്ങനെ തന്നെ ഫ്ലൈറ്റിലും കൂടി വെക്കാണ്ട് കൊണ്ടുവച്ചിട്ട് കാണുമ്പോൾ മീൻ അയില്ല. കുഞ്ഞുമക്കളെ മീൻ കൊണ്ടുവച്ചതാണ് അയില. അപ്പം നമുക്ക് മുറിച്ചിട്ട് കാണാം കേട്ടോ. നമുക്ക് സിംഗിളിടാം. അപ്പം ഗൈസ് ഇതാ മീൻ അയിലയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട അയില. പക്ഷെ നമുക്ക് അയിലൊന്നും കൂട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കൂട്ടും. ഇത് കറി നമുക്ക് മുളകിടാം. എന്നിട്ട് നമുക്ക് അയില പൊരിക്കുകയും ചെയ്യാം. അപ്പോൾ സൂപ്പറല്ലേ, സുന്ദരി കുട്ടി അയില അല്ലേ. അപ്പം നമുക്ക് മീനൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കാണാം. നമ്മൾ ഉണ്ണിയിട്ട് ഉറക്കത്തിലൊക്കെ വെച്ച് വലിയ മീൻ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വെച്ച് വല്ല കഷ്ണ മീനെങ്ങനെ അയക്കും. ആൻറ്റി കഷ്ണ മീനൊന്നും വേണ്ട, ഇത് തന്നെ ഇപ്പോൾ പൈസ കൊടുത്ത് കൊണ്ടാന്ന് വയ്ക്കും. ഇപ്പോൾ ഫ്രീ ആയിട്ടൊന്നും മീൻ കിട്ടില്ല. അപ്പം നമുക്ക് മീനങ്ങനെ ഇതിൻ്റെ ചിറകൊക്കെ വെട്ടി എൻ്റെ ഡെക്സാ ബേബി കഴിഞ്ഞിക്കണോ, ഡെക്സാ ചിറകൊക്കെ വെട്ടി ഇവരെ വെട്ടി തൊലി ഇങ്ങനെ വരട്ടി നമുക്ക് ഞാൻ സിങ്കിൽ നട്ടോ മീൻ മുറിക്കാം. അപ്പം നമ്മൾ സിങ്കിൽ നിന്ന് മീൻ മുറിച്ചിട്ട് വരാം. ഇവിടെ നിന്ന് മുറിക്കുമ്പോൾ ഇവിടേക്കൊക്കെ ആവുമെന്നൊരു സംശയം. അപ്പം വെയിറ്റ്. ഹലോ, അപ്പം നമ്മൾ മീനെല്ലാം മുറിച്ച് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് തേങ്ങ പൊട്ടിക്കണം, ചിരവണം, ബാക്കി എല്ലാ പണി നമുക്ക് കണ്ടുകൊണ്ട് സംസാരിച്ചും കൊണ്ട് എടുക്കാം. എൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചും കൊണ്ട് നമുക്ക് പണിയെടുക്കാം. അപ്പം എല്ലാവരും വർക്കിന് പോയി വിചാരിക്കണം. ഇന്ന് നമ്മളെ ഇന്ന് എന്താഴ്ചയായിരുന്നു? ഇന്ന് എന്താഴ്ചയായിരുന്നു വരെ ഓർമ്മയില്ലാത്തൊരു മനുഷ്യൻ ഞാൻ. അപ്പം നമ്മൾ തിങ്കളും കഴിഞ്ഞ് ചൊവ്വയും കഴിഞ്ഞ് ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു. ഇന്നലെ നമുക്ക് പച്ചക്കറി, അതുകൊണ്ട് ദിവസമല്ല ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇന്നലെ എൻ്റെ മോൻ ലീവായിരുന്നു. അപ്പോൾ ഇന്നലെ അവന് എന്താണ് പി ആർ പി അല്ലട്ടോ ചെയ്യണത്, എന്താണ് GST അങ്ങനെ എന്തോന്ന്, വേദന ഇല്ലാത്ത, അതായത് മുടീൻ്റെ അതിന് വേണ്ടിയിട്ട് ചെയ്യണതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് അങ്ങനെ ആള് പോയി. അപ്പം നമ്മൾ ഇന്ന് മീനൊക്കെ മുറിച്ച് വിരുമ്പുപുളി മുറിച്ച് വെച്ചിട്ട് ഒരു തക്കാളി മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തക്കാളി അങ്ങോട്ട് കട്ട് ചെയ്ത് പിന്നെ
ഇതിലിട്ടിട്ട് നമുക്ക് തേങ്ങ പൊട്ടിച്ചരയ്ക്കണം. അപ്പം എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് ഇന്ന് വർക്കിനൊക്കെ പോയില്ലേ, രാവിലെ എന്താ കഴിച്ചത്, ദോശയാണോ ഇഡ്ഡലിയാണോ സാമ്പാറും ചപ്പാത്തി ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഞങ്ങളെ വീട്ടിൽ ചപ്പാത്തിയും കേട്ടോ, ചപ്പാത്തി മുട്ട റോസ്റ്റും. അപ്പം നമ്മൾ ഇന്ന് ഒരു ചപ്പാത്തി ഒരു മുട്ടയും കഴിച്ച് അത്ര മതിന്. ഉണ്ണേട്ടൻ ഒരു 3 ഒരു മുട്ടയും കഴിച്ച്, പിന്നെ അമ്മായി ഒരു ചപ്പാത്തി ഒരു മുട്ടയും കഴിച്ച്. എന്നോട് പറഞ്ഞു മുട്ട ഇനി വേണ്ട. ഞാൻ മുട്ട കഴിച്ച് വയറിന് എന്തോ ഒരു മീനും അങ്ങനെ പറ്റൂല. അപ്പം എന്നാലും ഞാൻ തരണ്ടി വാങ്ങി കറിച്ച് നല്ല രസമുണ്ട് കേട്ടോ. ഇതിലെ കൊണ്ടുപോകുന്ന ഒരു കഷ്ണം മീൻ കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് ഞാൻ നല്ല വറുത്തരച്ച് കറിച്ച് അങ്ങനെ അമ്മായിയൊക്കെ കൂട്ടൊക്കെ ചെയ്ത് പറയാം. എനിക്ക് വയറിനൊരു സുഖമില്ല, തരണ്ടി കൂട്ടിയപ്പോൾ തൊട്ടിട്ട് മനം മാറട്ടെ. ഇതൊക്കെയാണ് അമ്മായിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ. അപ്പം ഇത് ഇഞ്ചി നന്നാക്കി കഴിച്ചതാണ്. ഇഞ്ചി നന്നാക്കി കഴുകി വെച്ചെങ്കിൽ ചതച്ചാൽ മതി. അറിയാതെ തോന്നി ഇങ്ങനെ ഒഴിഞ്ഞപ്പോൾ ഒന്നും കൂടി കഴുകാൻ പോയത്. അപ്പം നമ്മൾ ഇഞ്ചി ചതക്കണത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ല ചതക്കണത്, അതിൻ്റെ മൂടുമ്മൽ വെച്ചിട്ട് എന്നിട്ട് ചതക്കുക. ഇതൊക്കെ ഈ ഇഞ്ചി കഷ്ണം കൂടുതലാണ്. ഇഞ്ചി കൂടിയാൽ ഇഞ്ചിൻ്റെ കുത്തലായിരിക്കും. അപ്പം നമുക്ക് ഇത്ര മതി. അങ്ങനെ അമ്മൻ്റെ കുട്ടികളേതാണ്. അതിനും എന്താ അമ്മൻ്റെ കുട്ടികളൊക്കെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ നല്ല കഴിക്കണം കേട്ടോ. എല്ലാവരും കഴിക്കണം. അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിക്കണം. എൻ്റെ അമ്മ ഇപ്പോൾ കഞ്ഞിയാണ് കഴിക്കുക, ചോറൊന്നും അങ്ങനെ കഴിക്കത്തില്ല. പാവാണ് അമ്മ കുട്ടി. ഗ്യാസ് അടുപ്പിലേക്കാണ് വീട്. ഞാനില്ലേ ഇന്ന് പകല് സ്വപ്നം കാണാൻ ഇപ്പൊ കിടന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, അയ്യോ അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്വപ്നം കാണല്ലേ, ഇപ്പൊ എൻ്റെ സ്വപ്നം പറഞ്ഞുതരാം. അത് 1.5 സ്വപ്നം കേട്ടോ. വല്ലാത്ത സ്വപ്നം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടില്ല. എനിക്ക് സ്വപ്നത്തിൽ എന്താ അത്ര നീളം വെക്കുന്നത്. ഇത് പണി നടക്കണ്ടേ. അപ്പം നമ്മൾ കല്ലിപ്പിടട്ടോ. ഞാൻ ഉറക്കത്ത് കാണാൻ എന്തൊക്കെയോ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അരക്കുണ്ട്. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസിൽ എന്തോ അടുപ്പത്ത് വെച്ചിനി. പിന്നെ അറിയാതെ ഈ ഗ്യാസ് ഓണായി. പിന്നെ ഞാൻ വന്നിട്ട് ഗ്യാസ് അതൊക്കെ ഓഫാക്കി ഈ ഗ്യാസ് എങ്ങനെ ഓണായി കിടക്കേന്. അപ്പോൾ ഞാൻ ഈ ഗ്യാസ് കത്തിച്ചപ്പോൾ ഇതിനൊരു പുറത്തേലൊക്കെ ഒരു തീയുള്ള പോലെ. അപ്പം ഞാൻ അയ്യോ ഇതിലേക്ക് സ്പാർക്ക് ചെയ്ത പോലെ. അപ്പം ഞാൻ അത് ഓഫാക്കി. അപ്പം ഇത് ഇത്രയും സമയം ഓണായി കിടക്കേനോ എന്ന് വിചാരിച്ച് ഞാൻ ഈ ഗ്യാസും ഞാൻ ഓഫാക്കിയിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് പോയിക്കോട്ടെ ചെയ്യാനാലും തുറന്നിട്ട് ഞാൻ പുറത്തേക്ക് പോയി. പിന്നെ അപ്പു ചായ കുടിക്കുന്നുണ്ട്. അയ്യോ കഥ പോലെ പറയല്ലോ എൻ്റെ സ്വപ്നം. അപ്പു ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നുണ്ടാവും ഇങ്ങനെ തീ ഇങ്ങനെ വരുന്നേ. അപ്പം ഞാൻ പറയും അപ്പു വേഗം ഇറങ്ങിക്കപ്പോ ഗ്യാസ് കത്തണ്. അങ്ങനെ ഞങ്ങൾ പുറത്തു നോക്കും. അപ്പനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നേ. അകത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ അയ്യോ ഗ്യാസ് ഓണായി കിടക്കേനെ തോന്നുന്നു മോനെന്ന് പറഞ്ഞിട്ട് പിന്നെ പുറത്ത് നോക്കുമ്പോട്ട് ഗ്യാസ് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ തീ പാലനം. ചേച്ചാ ഞങ്ങൾ വീടൊക്കെ പോയല്ലോ, ഞങ്ങൾക്ക് വീടും ഇല്ലാണ്ടേലോ. അങ്ങനെ ഞാൻ കരയും. അപ്പം ഞാൻ പറയാം അപ്പോ ഒന്ന് ആർത്തോട് എന്നാലല്ലേ എന്തെങ്കിലും വെള്ളം ഒഴിക്കാൻ എന്തിനെങ്കിലുമൊക്കെ ആൾക്കാർ ഓടി വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആർത്തോടെ ആരും വന്നില്ല. അപ്പോഴേക്കും എൻ്റെ തീ പെട്ടെന്ന് അങ്ങോട്ട് കെട്ടപ്പോൾ കെട്ട് അയ്യോ തീ കെട്ടാലാകുമ്പോൾ ഓടി വന്ന് നോക്കുമ്പോൾ ഗ്യാസും കുറ്റി തീരാനായ ഗ്യാസും കുറ്റി ഇനി വെച്ചിത്. അത് നമ്മളെ ഉത്സവത്തിന് പണി കഴിഞ്ഞിട്ടുള്ള ബാക്കി ഇനി ഞങ്ങളെ ഗ്യാസും കുറ്റി തീർന്നിട്ട് പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ പിന്നെ ഉത്സവത്തിന് പണിയൊക്കെ എടുത്ത ഒരു ഗ്യാസും കുറ്റി ഉണ്ട്. ഇനി അത് ഞാൻ ഇപ്പം നാളെ ഫിറ്റ് ചെയ്ത് ആ ഗ്യാസും കുറ്റി തീർന്ന് അതുകൊണ്ട് തീയും നിന്ന്. അപ്പോൾ ഞാൻ ഈശ്വരോ പോ അങ്ങനെ കരി പിടിച്ചെന്നല്ലാണ്ട് വീടിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എന്നാലും തീരാനായ ഗ്യാസ് കുറ്റിയായത് നന്നായി. നമ്മളെ വീട് പൊട്ടിത്തെറിച്ചില്ല. സത്യം അമ്പലം സത്യം. ഞാൻ കണ്ട സ്വപ്നം കേട്ടോ. ഞാനിതൊരു കണ്ടന്റിന് വേണ്ടിയിട്ടൊന്നും ഒന്നുണ്ടാക്കി പറയട്ടെ.
അയ്യോ, ഞാൻ കഥ പറയുന്ന ആളല്ല, അതവര് കഥ പറയണമെന്ന് വിചാരിക്കുന്നിട്ടത് ഞാൻ കണ്ടൊരു സ്വപ്നാണ്. എന്റെ അമ്മ ഒരു ഒന്നൊന്നര സ്വപ്ന. എന്നിട്ടും എന്റെ സ്വപ്നം അവിടെ തീർന്നില്ല. പിന്നെ എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ കണ്ടിക്ക. ഒന്നും പറയാൻ കൂടി പറ്റാത്ത സ്വപ്നങ്ങൾ. എന്ത് പറയാനാണ്, എന്തൊക്കെ വേണ്ടാത്ത സ്വപ്നങ്ങൾ. വേണ്ടാത്ത സമയത്ത് കടന്നുറങ്ങരുതെന്ന് അറിയണം അല്ലേ. പിന്നെ പകല് കിടന്നുറങ്ങണമെന്നാ പെണ്ണിന്, രാത്രി കിടന്നുറങ്ങണമെന്നാ അതിന് പുരയിൽ വെക്കാൻ പാടില്ല എന്നാണ് പാമൊഴി. അപ്പോൾ നമ്മൾ മുളക് പൊടിയിട്ട്, മഞ്ഞൾപ്പൊടിയിട്ട്, ഉപ്പുംപൊടിയിട്ട്, വിരുമ്പപ്പൊടിയിട്ട്, തക്കാളി ഇട്ട്, ഇനി നമുക്ക് ഇച്ചിരി പുളിയും കൂടിയും ഇട്ട്, നമ്മൾ നല്ല എന്ത് പുളിയെന്ന് പറയാ, ഇത് വാളം പുളിയാണ്, നമ്മളെ സാദാ പുളിയാണ് കേട്ടോ. അപ്പോൾ അതും അങ്ങനെ നമ്മൾ സ്വപ്നം എങ്ങനെയൊക്കെ. ഇനി അപ്പം എൻ്റെ കുട്ടികളൊന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കണം, എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, നമ്മളും സന്തോഷമായിട്ടിരിക്കണം. എന്താ അറിയില്ല, ഒരു ഉറക്ക് അത് പിന്നെ ജന്മന ഉള്ളതാണ്. തന്നെ ജന്മനാന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിൻ്റെ മുന്നേ ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലേനി കേട്ടോ. പകലുറക്കൊന്നും ഇല്ലേനി. പ്രായത്തിലൊന്നും നമുക്ക് ഉറങ്ങുന്നില്ലല്ലോ. അമ്മ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പോയി കിടന്നാൽ ഇങ്ങനെ ഇരിക്കും, അമ്മ എങ്ങനെ ഉറങ്ങണത്. ഇപ്പം അമ്മേൻ്റെ ഉറക്കൊക്കെ അമ്മക്കും കിട്ടി. പിന്നെ കുറേയൊക്കെ നമ്മൾ ഓടി ഓടി നടന്ന് ഓരോ പണികളൊക്കെ എടുത്തല്ലേ, അപ്പം നമ്മൾ ശേഷം ഉറങ്ങട്ടേന്ന്. അങ്ങനെ നമ്മൾ പുളി അത് മതിയാ, വിരുമ്പപ്പുളി ഇട്ടിക്കണേ, ഒരു തക്കാളി, വലിയ ബോണ്ട തക്കാളി ഇട്ടിക്കണേ. അപ്പം നമുക്ക് പുളി അത്ര പിന്നെ മതി. കലക്കി കൂട്ടിയ വെറുമ്പ് പുളിയും, നിങ്ങളവിടെ എന്താ പറയാ, ചീനപ്പുളിയെന്നോ, അതിന് എന്തൊക്കെയോ പറയും അല്ലേ. അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ച് വെച്ച്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് പകല് കിടന്നുറങ്ങിയിട്ട് സ്വപ്നം കണ്ടുവരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. നമ്മൾ കൈ അയക്കി വരാം കേട്ടോ. കൈ എഴുതുന്നില്ല, അതിന്റെ മുമ്പ് നമുക്ക് ഇതാ മീൻ പൊരിക്കാൻ എടുത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി ഇതാവുക, മുളകും പൊടി, ഇതൊക്കെ മതി. ഇപ്പം പിടി. ഇനി നമ്മളിതിൽ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്നും കൂട്ടില്ലല്ലോ, കൂട്ടില്ല. ആരെയും ഗസ്റ്റൊക്കെ വരുമ്പോൾ കൂട്ടുള്ളൂ, കാരണം നമ്മൾ ഉണ്ണിയേട്ടന് ഇഷ്ടമില്ല. അപ്പം ഞാനും എനിക്കിഷ്ടമല്ലായിട്ടല്ല, അതൊരു എളുപ്പമായി. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂട്ടിയിട്ട് പൊരിച്ചാൽ ഉണ്ണിയേട്ടന് ഇഷ്ടമല്ല. ഉണ്ണിയേട്ടൻ പറയണ്ട, മീനിൻ്റെ ടേസ്റ്റ് പോകും. ലിവറും ഉപ്പും മുളകും തിരുമ്പിയിട്ട് ഇട്ടാൽ നമുക്കാണ് ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. പക്ഷെങ്കിലും കുരുമുളക് പൊടി ഇടുന്നില്ല, കുരുമുളക് പൊടി ഉള്ളത് വിടണം നോട്ടെ. കഴിയാനായി ഇല്ല. ഉത്സവത്തിന് കലാസപ്പെട്ടേക്കും. എൻ്റെ നാട്ടു ഉത്സവത്തിന് വേണ്ടിയിട്ടും കുരുമുളക് കൊണ്ടു തന്നിക്കണ്, എനിക്കും കൊണ്ടു തന്നിക്കണ്. ഇനി ഇവിടെ ഉള്ള ഒരു ഇച്ചിരി ഉണ്ട്, ഇനി ബാക്കി ഉത്സവത്തിന് എടുത്തു അതും. പിന്നെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കൈ ഒന്ന് കഴുകി തേങ്ങ പൊട്ടിച്ച് ചേർത്തിട്ട് നമുക്ക് കാണാം. നമ്മൾ വീഡിയോ നിർത്തുന്നതാണ്. നമ്മൾ ക്ഷീണത്തിന് ഏറ്റവും നല്ല ഒരു തവള മൂത്രമൊഴിക്കാത്ത വെള്ളമാണ്. തേങ്ങ എന്നെ പറയിപ്പിച്ച് ഒറ്റ വെട്ടിന് പൊട്ടിക്കണതാണ്. വീഡിയോ എടുക്കുമ്പോൾ ഒരു വെട്ടിന് പൊട്ടിക്കുക.
നല്ല മധുരം തേങ്ങ വെള്ളത്തിൽ ചിലതാ. അയ്യോ, നമ്മൾ പച്ചമുളക് ഇടാൻ മറന്നു ഗൈസ് കറിയിൽ. എന്നിട്ടാ കേട്ടോ രക്ഷപ്പെട്ട് എന്താ നമുക്ക് പറയണ്ടേ? നമുക്ക് എന്താ പറയണ്ട? ഒരു ഭയങ്കര സങ്കടം. അങ്ങോട്ട് പണിയില്ല, അതവിടെ മതി. ഇതവിടെ നമ്മളെ കണ്ടിട്ട് നിന്നാതി, അമ്മനെ കണ്ടിട്ട് നിന്നാതി. അവിടെ നിന്നോ ഓൻ ഇന്നെ കണ്ടാ മതി. ഓനില്ലേ ഞാൻ വർത്താനം പറയുമ്പോൾ ഓനെ അവിടെ നിന്ന് വർത്താനം പറയാം. നമുക്ക് 3 പച്ചമുളക് ഇട്ടാം. നല്ല തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് തല ഇട്ട് കൊടുക്കാം. പൊന്നിന് പോവാനായില്ല. പൊന്നിനില്ലേ ടോയ്ലറ്റ് പോവാനായിരിക്കണം. അതാണ് അങ്ങനെ 4 അയിലക്കറിയൊക്കെ. നമ്മൾ തേങ്ങ ചേരുക. ഇത് വീഡിയോ ലെങ്ത് ആയി പോകും. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. നമ്മൾ മീൻ പൊരിയ ദോശക്കല്ലിൽ ഇട്ടുണ്ട്. നീളത്തിൽ അങ്ങോട്ട് പോയി പൊരിയട്ടെ. നമ്മൾ തേങ്ങയാക്കിയത് ഇതിലേക്ക് ഒഴിക്കട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ അടുപ്പൊക്കെ കത്തിച്ച് വൃത്തിയാക്കുമ്പോൾ ഇത് നിന്റെ സ്വപ്നത്തിൽ ഞാൻ ഈ ഗ്യാസ് തുറന്നിട്ടാൽ കണ്ടപ്പോൾ ഞാൻ ഈ അടുപ്പ് കത്തിക്കാണ്ടിയാണ് ഞാൻ പോയത്. എന്നിട്ടും തീ വന്നല്ല. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെ തീ വന്നു? അപ്പോൾ തീ വെച്ച് കറണ്ടിൻ്റെ വഴി എന്തൊക്കെയോ ആണെന്നൊക്കെ വിചാരിച്ചു. അപ്പം അതേമാതിരി ഒരു ചെറിയ പേടി എനിക്കുണ്ടായി. അത് നല്ലതാണ്. ഞാനിവിടെ എല്ലാം പോകും വെച്ചിട്ട് ഞാനിവിടെ കറണ്ട് ചെയ്തു. അപ്പോഴാണെന്തെങ്കിലും അപകടം പറ്റാൻ പറ്റത് തൊട്ടെടുക്കുന്നതുകൊണ്ടല്ല. ഇനി അടുക്കളയില്ല. ഹലോ, അപ്പം നമുക്ക് ചോറ് വെച്ചാലോ? നമുക്ക് ചോറും മുഴുവനോടുള്ള അയല പൊരിച്ചതും സൂപ്പർ. അയില കൂട്ടരുത് പറഞ്ഞിരിക്കുന്നത് ഇതോട്. അയിലപ്പം നല്ല കൂട്ടരുത്. നമ്മൾ അമ്മായി ഇവിടെ ചോറുന്നുണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞാലേ സൗത്ര എടുത്ത് കിടന്നേ. കണ്ടോ? നിങ്ങൾ കണ്ടോ? ഞാനതാ ഈ വീഡിയോ നീക്കാത് പെടാപ്പാടാണെന്ന്. അപ്പം നമുക്കിന്ന് അയില തേങ്ങ അരച്ച് വിരുമ്പമ്പുളിയൊക്കെ ഇട്ട് വെച്ച് കറിയും അയില പൊരിച്ചതും പപ്പടം പൊരിച്ചത്. നമ്മൾ ഇന്നൊരു പപ്പടം ഒന്നേ എടുക്കണുള്ളൂ കേട്ടോ. ഇന്നലെ കച്ചിയ പപ്പടമാണ്. എന്നിട്ട് അമ്മായി ഒന്നുള്ളൂ അതിൽ. അതുകൊണ്ട് ഒന്നിട്ടത്. ഈ അമ്മായിൻ്റെ ഇടന്ന് ഞാൻ കളവൊക്കെ പറഞ്ഞാൽ ഉണ്ടോ. അല്ല ഇതൊക്കെ കണ്ടോ. ആ വലിയ ജഗന്ന് ചെറിയ ജഗിലേക്ക് വെള്ളം പറഞ്ഞിട്ടില്ല. അപ്പോൾ സമയം 1:15 നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇന്ന് സിയുവാക്കും ഡെക്സ്പിയും കൊടുക്കാൻ പോണത്. അവർക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചോറ് വേണ്ട. പിന്നെ ഞാൻ ചോറ് തിന്നാൻ മതി. എനിക്കൊരു ചടപ്പാണ്. അപ്പോൾ ഞാനൊന്ന് ആസ്വദിച്ചൊക്കെ ചോറ് കഴിക്കട്ടെ. നല്ല രസം കിട്ടോ കറി. ഇത് ഞാൻ കൂട്ടൂലെന്നൊക്കെ മനസ്സിൽ സത്യം ചെയ്യും. എന്നാലും എനിക്ക് തണുത്തതാണ്.
നമ്മൾ ചോറ് നിന്ന് ഞാനും അമ്മായും ചോറ് നിന്ന് കഴിഞ്ഞാൽ സിജുവിനും ടെക്സയ്ക്കും കൊടുത്ത് ഞങ്ങൾ വീണ്ടും പോയി ഉറങ്ങും. ഞങ്ങൾക്ക് എന്താ പിന്നെ പണിയുള്ളേ? നാളെ എൻ്റെ അമ്മേൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കുട്ടീൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ നമ്മൾ റിസപ്ഷനാണ് പോകണം. കല്യാണത്തിന് പോയി. കല്യാണം എവിടെയോ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 2 മണിയാകുമ്പോഴത്തേനും നാളെ അത് കഴിഞ്ഞിട്ട് റിസപ്ഷനാണ്. അപ്പോൾ റിസപ്ഷന് പോവായിരിക്കാം. അപ്പോൾ അമ്മയ്ക്ക് അടിച്ച സാരി ദിവസം കൊണ്ട് കൊടുക്കണം. മറന്നു ഓർമ്മയാക്കണം. അമ്മേൻ്റെ അമ്മേൻ്റെ ഒക്കെ അടിച്ച് എനിക്ക് പൊരിച്ചതും പച്ചവറ്റും പപ്പടും കൂട്ടി തിന്നാനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ അതിൽ ഞാൻ കറി ആക്കുന്നത് ശീലക്കണ്ണ കഴിക്കണത്. ദക്ഷ ബേബി അമ്മ ചോറ് തരട്ടോ. ഒന്ന് ഫുള്ള് ചോറൊന്നും കാണിക്കണം. എൻ്റെ പ്ലേറ്റ് കാണാൻ. അങ്ങനെ നമ്മൾ കുറച്ച് കറിയൊക്കെ അങ്ങോട്ട് നീക്കി വെച്ച് പച്ചവെറ്റ് മുട്ടിച്ച് എന്നിട്ട് കറി വെച്ച മീൻ ഇതിൽ പൊരിച്ചിട്ട് മീൻ പൊരിച്ച ഒരു പൊളിയും കൂടി ഉണ്ട്. ഒരു പൊളിയൊക്കെ ഞാൻ തന്ന് തീർന്ന്. അപ്പോൾ അതൊക്കെ ഇതിൽ പൊരിച്ചിട്ട് അങ്ങനെ പപ്പടം കൂട്ടി നമ്മൾ 2 പിടി അങ്ങനെ തട്ടിക്കും. സൂപ്പറാട്ടോ. അപ്പം നമ്മൾ ചോറ്